യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ചില നിർദ്ദേശങ്ങൾ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. അതായത്, ഈ ലോകം നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് എന്നെയും വെറുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അവരെന്നെ പീഡിപ്പിച്ചതുകൊണ്ട് നിങ്ങളെയും പീഡിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പീഡനങ്ങളിലും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വെറുപ്പിലുമൊന്നും തളർന്ന് പോകരുത്. അതിനുവേണ്ടി യേശുനാഥൻ അവരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ചില മനുഷ്യരെങ്കിലും ഈ ലോകത്തുണ്ടാകുന്ന എതിർപ്പുകളെയും തിന്മകളിലും വീണു പോകാൻ ഇടയുണ്ട്. വീണു പോകാൻ പ്രധാനപ്പെട്ട കാരണം, നീതിമാനായ ഒരു മനുഷ്യനാണ് ഈ വേദനകൾ ഉണ്ടാകുന്നുവെങ്കിൽ അവൻ സ്വയമേവ ചിന്തിക്കാൻ ഒരു സാധ്യതയുണ്ട്, എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ഈ തിന്മകളും ഈ പീഡനങ്ങളൊക്കെ എനിക്കുണ്ടാകുന്നത്, അപ്പോൾ എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നൊരു ചിന്തയുണ്ടാകും. ഈ ജോബിൻ്റെ കാര്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ജോബിൻ്റെ സുഹൃത്തുക്കൾ അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഈ രോഗാവസ്ഥയും ഈ നാശങ്ങളും ഈ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായത് നിൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണ്. പക്ഷേ ജോബ് നീതിമാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നീതിമാന്മാരായ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അവർ ഈ ഒരു ചിന്ത കൂടി വന്നു കഴിഞ്ഞാൽ അവർ തളർന്നു പോകും. അതുവരെയും നീതിമാന്മാരായി ജീവിച്ചിരുന്ന മനുഷ്യർ തങ്ങൾക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ ആ ഒരു തിന്മ നിറഞ്ഞ രീതിയിൽ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് യേശുനാഥൻ അവരെ ഉപദേശിക്കുന്നത്, നിങ്ങൾക്ക് അകാരണമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഞാനായി മാറുകയാണ്. കാരണം ഞാൻ നീതിമാനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവമാണ്, പാപം ചെയ്യാത്തവനാണ്, എല്ലാവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചവനാണ്. അവരെ പോലും ഈ ലോകം പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്ന നീതിമാന്മാരായ മനുഷ്യർക്ക് സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടാകും ഈ ഭൂമിയിൽ. അപ്പം അത് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ തിന്മ നിറഞ്ഞ മനുഷ്യരാണ്, ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീതിമാനായിരിക്കുന്ന മനുഷ്യർ ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ അല്ലാതെയും പ്രശ്നങ്ങളുണ്ടായത്. ഇത് കൃഷ്ണനാഥൻ ഓരോ മനുഷ്യനും നൽകുന്ന ഒരു തിരുത്താണ്. നിങ്ങളങ്ങനെ തെറ്റിദ്ധാരണ മൂലം ജീവിതത്തെ തളർത്തി കളയരുത്. അപ്പോൾ ഞാൻ പ്രശ്നങ്ങൾ നീതിമാനായിരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഞാൻ ഈശോയായി മാറുകയാണ്, ഈശോയെ പോലെ ഞാൻ മാറുകയാണ്. അതുകൊണ്ടാണ് എനിക്കുണ്ടാകുന്നത്. ഇത് മറ്റൊരു ചിന്ത കൂടെ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ചുറ്റിലും ചില മനുഷ്യർ ഇതുപോലെ വേദനകൾ അനുഭവിക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളും മനസ്സുകൊണ്ട് വിചാരിക്കുകയോ പറഞ്ഞ് പരത്തുകയോ ചെയ്യും, അവൻ്റെ തിന്മയാണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 2 വട്ടം ചിന്തിക്കണം. നമ്മളത് പറയുന്നത് ക്രിസ്തുവിനെതിരാണ്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ചില മനുഷ്യർക്കെതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള തിന്മകൾ പറയുന്ന മനുഷ്യരായിരുന്നു. കാര്യം ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു മനുഷ്യനെ വിലയിരുത്താൻ കഴിയില്ല. അവൻ്റെ ആന്തരികതയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക അവൻ എത്രമാത്രം വിശുദ്ധിയുള്ള നന്മയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ആരെയും അകാരണമായി കുറ്റപ്പെടുത്താതിരിക്കുക. ഇനി ഞാൻ ഒരിക്കലും നീതിമാന്മാരായ മനുഷ്യരെ വേദനിപ്പിക്കുന്ന മനുഷ്യനാവരുത്. ഈ ലോകത്തിൽ നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒത്തിരിയേറെ പേരുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് പ്രശ്നക്കാരായി ഞാനും മാറരുത്. നീതിയോടെ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ ജീവിതം സന്തോഷപ്രദമായി ജീവിക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുക്കണം. അത് ഞാൻ എൻ്റെ ദൈവത്തിന് തന്നെ ചെയ്യുകയാണ്. ക്രിസ്തുവാണ് നീതിമാനെ പോലെ ജീവിക്കുന്ന ഓരോ മനുഷ്യരും. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, എൻ്റെ ജീവിതത്തിൽ അകാരണമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധീരതയോടെ നേരിടാനും മറ്റുള്ള മനുഷ്യർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ ബാധ്യതകളോ കൊടുക്കുന്ന മനുഷ്യനായിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.